ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഫിഷ് റൗണ്ടാണ്. അപ്പോൾ ആ ഫിഷ് റൗണ്ടിനകത്ത് കുറച്ചൊരു ഡിഫറൻസ് കൊങ്കൺ കോസ്റ്റ് മാംഗ്ലൂർ ഏരിയയിലുള്ള ഒരു മീൻകറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവേ മീൻകറി അല്ലെങ്കിൽ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ കുഞ്ഞുമോളാണ് എല്ലാവരും പ്രതീക്ഷിക്കുക. ഒരു ചെറിയ ഡിഫറൻസ് ആവാം. ഇന്ന് ഞാൻ മീൻകറി ഉണ്ടാക്കാം. ഏട്ടൻ മീൻകറി ഉണ്ടാക്കും ഇന്ന്. ആസ് യൂഷ്വൽ ഏട്ടൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അല്ല, പക്ഷെ അതിലൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ മാംഗ്ലൂർ ഏരിയയിൽ നീർദോശയുടെ കൂടെയാണ് ശരിക്കും മീൻകറി കഴിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഫ്രഷ്നെസ്സും ആ നീർദോശയുടെ ആ സോഫ്റ്റ്നെസ്സും അതിൻ്റെ ഒരു രുചിയും എല്ലാം ഇന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം നീർദോശ നിങ്ങൾക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനോടൊപ്പം മാംഗ്ലൂർ ഫിഷ് കറി അതെങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം നീർദോശ ഞാൻ ഉണ്ടാക്കും, ഫിഷ് കറി ഏട്ടൻ ഉണ്ടാക്കും. നീർദോശക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പച്ചരി സാധാരണ അറിയാലോ, നേരത്തെ കുതിർത്ത് വെക്കുക. പിന്നെ ചോറ്, തേങ്ങ, ഉപ്പ്, സവാള, ഇതാണ് നീർദോശക്ക് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പം ഞാൻ ഏട്ടനിത് മീൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കുമ്പോഴത്തേനും ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 5-6 ചുവന്ന മുളക് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ആ ഫ്ലേവേഴ്സ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ചുവന്ന മുളകിൻ്റെ ഞെട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊന്ന് വറുത്തെടുത്ത് നമ്മൾ മാറ്റുകയാണ്. ഇനി അടുത്ത ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മല്ലി, അതിൻ്റെ കൂടെ കുരുമുളക്, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവ, അതാണ് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റെ ആ ഒരു ഫ്രേഗ്രൻസ് വരുന്നവരെ ഒന്ന് ചൂടാക്കണം. ചെറിയ ചൂടിലാണെങ്കിൽ നല്ലത്. ഉലുവ അതിൻ്റെ ഒരു കയ്പ്പ് കിട്ടും, ആ ഉലുവയുടെ കയ്പ്പ്. കുരുമുളക്, ജീരകം. അപ്പോൾ ഒരു ചുവന്ന ചമ്മന്തിയും നീർദോശയും. വെജിറ്റേറിയൻസ് ആയ എനിക്ക്. ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല മാംഗ്ലൂർ ഫിഷ് കറി. നീർദോശക്കുള്ള മാവ് റെഡി. ഇതാണ്. ഓക്കെ, അപ്പോൾ നീർദോശയ്ക്ക് എന്തായാലും തൊടാനുള്ള ഫിഷ് കറി റെഡിയാക്കണ്ടേ? അത് വേണം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞു. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത സ്പൈസസ് എല്ലാം തണുത്ത് കഴിഞ്ഞു. 1 കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് സവാള ഇടുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി. അപ്പോൾ ഇത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം വേണം. അത് അരയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചട്ടി അടുപ്പിൽ വെക്കാം. കാരണം ഈ അരപ്പ് ഇനി ചട്ടിയിൽ വേകാനാണ് പോകുന്നത്. അനീഷേട്ട അപ്പുറം ഇപ്പുറം എന്തോ കറങ്ങി കിടക്കണം. പിന്നെ ഞാൻ നോക്കില്ല, മീനായതുകൊണ്ട് എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ ഭയങ്കര എന്താ പറയാ സീ ഫുഡ് ലവറാണ്. മീനെന്ന് കേട്ടപ്പോഴേ എനിക്കങ്ങ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരായതുകൊണ്ട് അനീഷേട്ടനെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോരാന്ന് വിചാരിച്ചു. എന്താ ഇന്ന് ഉണ്ടാക്കണേ? ഇന്നിപ്പോ ഞാൻ എന്റെ വക ഒരു നീർദോശ ഉണ്ടാക്കുന്നുണ്ട്. ഏട്ടൻ മാംഗ്ലൂർ ഫിഷ് കറി. ശരിക്കും അതിന് അവർ പറയുന്നത് ഫിഷ് പുളിമുഞ്ചി എന്നാ പറയാ. പുളിമുഞ്ചി എന്ന് പറയുന്നത് പുളി കൂട്ടിയിട്ടുള്ള ഒരു കറി. അപ്പം മാംഗ്ലൂരിൽ കൂടുതലും നമ്മൾ കൊങ്കൺ കോസ്റ്റ് ആയത് കാരണം നമുക്ക് കാണാൻ പറ്റുന്ന തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പം നമുക്ക് തേങ്ങ അരച്ചിട്ട് കേരളത്തിൽ നമ്മുടെ ഫിഷ് മൂയിലി പോലെ അങ്ങനത്തെ കുക്കിംഗ് ആണ് ഉണ്ടാവുക. പക്ഷെ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇതിൽ നമ്മുടെ ഫ്ലേവേഴ്സിൽ കുറച്ച് വ്യത്യാസം വരുന്ന എവിടെയെന്ന് പറഞ്ഞാൽ കറിവേപ്പില ഇല്ല, കോക്കനട്ട് ഓയിലുണ്ട്, കോക്കനട്ട് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഫ്ലേവേഴ്സിൽ ചെറിയ വ്യത്യാസവും വരും. കളറിലും ചേഞ്ച് ഉണ്ടാവും. നമ്മള് സാധാരണ വറുത്തരച്ച് തേങ്ങ വറുത്തരക്കല്ലോ, ഈ മല്ലി വറുത്തരക്കുമ്പോൾ നമ്മൾ ഇത് മുഴുവൻ മല്ലിയാണ് വറുത്തത്. അപ്പൊ ഒരുപാട് നമ്മൾ ചോക്ക വറക്കും, പിന്നെ തേങ്ങയും കൂടി അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം മൂപ്പിക്കും. ഇത് അതുപോലെ ചെയ്തില്ല. പച്ച തേങ്ങ അങ്ങനെ തന്നെ ഇട്ടു. പിന്നെ വറ്റൽമുളക് മൂപ്പിച്ചെടുത്തു. അത് പിന്നെ മുഴുവൻ മല്ലിയും കൂടി മൂപ്പിച്ചെടുത്തു. അതിലേക്ക് പച്ച തേങ്ങയാണ് ഇട്ടത്. അപ്പൊ അതിന്റെ കളറ് വേറൊരു കളർ. ഞാൻ പറഞ്ഞുതരാം, നീ ഇതിന്റെ പേര്. ഇതാണ് ആവോലി. അയ്യോ, നമുക്ക് എനിക്ക് ചെയ്യും. പിന്നെ ഞാൻ ഭയങ്കര സീ ഫുഡ് ലവറാ. അപ്പൊ എനിക്ക് അത്യാവശ്യം മീനുകളൊക്കെ അറിയാം. ഈ ദോശ ശരിക്കും ഇതിനോട് നിങ്ങൾ എക്സാക്ട് ഇതിനോട് കോമ്പിനേഷൻ കഴിക്കുന്നതാണോ? അതെ, ഇത് മീനിന്റെ കൂടെ ദോശ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻകറിക്ക് ദോശ നല്ല ടേസ്റ്റ്. ഇത് വീട്ടിൽ ഏട്ടൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി തന്നപ്പോ എനിക്കിഷ്ടമായി. എല്ലാവർക്കും ഓരോ ടേസ്റ്റ് ആണ്, പക്ഷെ എനിക്കിഷ്ടമായി. ദോശ ആവാറായോ?
ഇല്ലടാ. ദോശ മീൻകറി ആക്കിയതിന് ശേഷം ആക്കാന്ന് വിചാരിച്ചു. അല്ലാതെ തരൂല. ഇല്ല. ഇത് പൊള്ളിക്കുന്ന വല്ല ഐഡിയ ഉണ്ടോ? അല്ല അല്ല, പൊള്ളിക്കാൻ ഫ്രൈ ഭയങ്കര ടേസ്റ്റ് ആണ്. അതിനൊന്നും ഇപ്പൊ നിന്നിട്ട് വലിയ കാര്യമില്ല. ഇല്ലടാ, ഇതിനകത്ത് തട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ദോശ കൂട്ടി കഴിക്കാം. ആണോ? കാരണം നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ കുക്കിങ്ങില് നിങ്ങളുടെ അട കഴിച്ചിട്ട് നല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ എനിക്ക് വന്നിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് അതല്ലൊരു എല്ലാരതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കുറ്റം പറയാനില്ല. അപ്പൊ ഇന്നും എല്ലാരെയും നല്ലതാവട്ടെ. ഉഷാറായിട്ട് നാവ് പൊന്നാവട്ടെ, പൊന്നാവട്ടെ, പൊന്നാവട്ടെ. പപ്പായാണോ? അല്ല, അത് വള്ളവാ. നീ എടുത്ത് തിന്നല്ലേ, കഴിക്കല്ലേ? ചോദിച്ചിട്ട് ആക്ച്വലി പപ്പായ എന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി വന്നതാ. ഇത് ക്യാരറ്റിന് അങ്ങനെ ആക്കിയതാണോ? വെള്ളമാക്കിയത്, ആക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ പകുതി പഴുത്തിട്ടുള്ള പപ്പായ ഇല്ലേ, അതല്ല. ഞാനൊരു സത്യം പറയട്ടെ, ഇത് പപ്പായ അല്ലായിരുന്നല്ലേ. ഞാൻ പപ്പായ അല്ല, അത് ക്യാരറ്റാ. ഞാൻ പപ്പായാന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു, ഞാൻ അരക്കാൻ പോയി. ഇത്ര നേരം കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നിട്ട് ഇത് പപ്പായ പപ്പായ പോലെ ഇല്ലേ നോക്ക്. ഞാനതാ പറഞ്ഞത്. ഞാൻ സത്യമായിട്ട് എനിക്ക് നീർദോഷം വേണ്ടേ, ഞാൻ അരക്കാൻ പോയതാ. ഉഷാറാവട്ടെ. പിന്നെ ഇതെല്ലാം അവിടെ ഇവിടെ പഠിച്ചിട്ട് വേണം അങ്ങോട്ട് വരാൻ. ചേച്ചിയുടെ അടുത്തായിരിക്കും ചോദിക്കണേ ഇൻഗ്രീഡിയൻസ് ഒക്കെ. അപ്പൊ എല്ലാം മനസ്സിലാക്കി പഠിച്ച് ഉഷാറായിട്ട് വരണം. എല്ലാം ഞാൻ തെറ്റിക്കും, നീ പൊക്കോ. ശരി, തെറ്റിക്കും, പൊക്കോ. അപ്പോൾ മീൻകറി നമ്മൾ മുന്നോട്ട് പോവാണ്. അരപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ തിളയ്ക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ കീറിയ പച്ചമുളകും സവാളയും, ചെറുതായിട്ട് അരിഞ്ഞ സവാളയും, അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവണം. നമ്മുടെ കൊങ്കൺ കോസ്റ്റിൽ അവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഭാഷ കൊങ്കണിയാണ്, എല്ലാവർക്കും അറിയാം. കൊങ്കണി ഭാഷയ്ക്കുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലിപിയില്ല. നമ്മൾ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എഴുതും, മഹാരാഷ്ട്രയിലാണെങ്കിൽ മറാഠിയിൽ എഴുതും, കർണാടകയിലാണെങ്കിൽ കന്നഡയിൽ എഴുതും. അപ്പോൾ ഈ കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ വരെയുള്ള ആ ഏരിയ മുഴുവനും ഈ കൊങ്കൺ കോസ്റ്റിൻ്റെ ഇതിലാണ് വരുന്നത്. പക്ഷേ കൊങ്കൺ കോസ്റ്റിൽ ഇവരെല്ലാവരും കഴിക്കുന്നത് കൂടുതലും തേങ്ങ അരച്ച കറികളും അങ്ങനത്തെ രസകരമായ കുക്കിംഗ് എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് കേരളം മുതൽ ഗോവ വരെ ഈ കൊങ്കൺ കോസ്റ്റ് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു. അവിടെ തേങ്ങ അരച്ച് മീൻകറി വെക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റൈൽ അത് മാംഗ്ലൂരിലുണ്ട്. ആ ഒരു സ്റ്റൈലുള്ള കുക്കിങ്ങാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാംഗ്ലൂരിയൻ ഫിഷ് കറി, അതിൻ്റെ കൂടെ മാംഗ്ലൂരിന് തന്നെ ഫേമസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കർണാടകയിൽ തന്നെ നമുക്ക് നീർദോശ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് കർണാടകയിലാണ്. ആ ഒരു സ്റ്റൈലിൽ നിന്ന് കോമ്പിനേഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഐശ്വര്യമായിട്ട് ഒഴിക്കട്ടെ. ശരി, അപ്പോൾ ഇതാവുന്നത് വരെ തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി, മാനത്തെ ശൃംഗാരത്തോപ്പിൽ ഒരു ജാലിപ്പൂവൻ പഴത്തോട്ടം, കാലത്തും വൈകിട്ടും പൂമ്പാളത്തേനുണ്ണാനാ വാഴത്തോപ്പിൽ നീയും പോരുന്നു, തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. മെല്ലെ 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 അല്ല മെല്ലെ മെല്ലെ ദോശ എടുത്ത് പറഞ്ഞതാ. മെല്ലെ 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 മെല്ലെ. അപ്പോൾ പച്ചമണം മാറി വരുന്നുണ്ട്. പച്ചമണം മാറി സവാള വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മീനും പുളിയും ചേർക്കാം. എന്നിട്ട് അവസാനം ഉപ്പുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് മീൻ കുക്കായി കഴിയുമ്പോഴാണ്. നമ്മളിപ്പോൾ ആദ്യം ഒരു കണക്കിന് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് അത് മീനും കുറേയൊക്കെ വലിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പതുക്കെ ഇതിലേക്ക് മീൻ ആഡ് ചെയ്യാൻ പോവുകയാണ്. മീൻ കുക്ക് ചെയ്യാനുള്ള സമയം നമുക്ക് കൊടുക്കണം. അപ്പോൾ മീൻ നമ്മൾ പതുക്കെ ഇടുകയാണ്.
അപ്പം മീന് കുക്കാവാനുള്ള സ്ഥലം. മീന് വേദന എടുക്കരുത്, മീൻ ഉടഞ്ഞു പോകരുത്, അതിനെ തേജോവധം ചെയ്യരുത്. ഇതൊന്നും എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനൊക്കെ അടിച്ച് മുറിച്ച്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ പുളി ആഡ് ചെയ്യുന്നത്, കുക്ക് ചെയ്യാൻ. നിങ്ങൾ മനസ്സിലാക്കണ ഒരു കാര്യം, മീൻ കഴിക്കാത്തൊരു വ്യക്തിയാണ് ഈ മീൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അല്ല, നല്ല രസമായിട്ടുണ്ടാവും. അല്ല, ഞാൻ രസമായിട്ടുണ്ട്. ഇതെനിക്ക് ഒരു പ്രാവശ്യം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ നല്ല മണവും രുചി ഇതിനകത്താണെന്ന് തോന്നുന്നുണ്ട്. അന്ന് വെച്ചപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. അന്ന് ഇതിന് കുറച്ച് വെറൈറ്റി ആയിട്ട് വെച്ചു. മീന് വേദനിക്കാതെ അതെ, ഒന്ന് അടികളൊക്കെ ഇളക്കട്ടെ. വണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പറ്റില്ല. അത് ഇളക്കട്ടെ, ഒന്നടി. അപ്പോൾ പുളിയും ഉപ്പും എല്ലാം പാകം ഇപ്പം നോക്കാം. ഉപ്പിടും ഇനി വേണം. അങ്ങനെ മാംഗ്ലൂർ ഫിഷ് കറി കഴിയാറായി. അപ്പോൾ നീർദോശയും മാംഗ്ലൂരിയൻ ഫിഷ് കറിയും. കാരണം ഇതിന്റെ ശരിക്കുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ എന്നെ കളിയാക്കും. ഇതിന്റെ പേര് ഫിഷ് പുളിമുഞ്ചി എന്നാണ്. അനിയപ്പോൾ അതെങ്ങനെ പറയുന്നു? അയ്യോ, അതൊന്നും വായിൽ വരത്തില്ല. പുളിമിഞ്ചി എന്ന് പറയാൻ വായിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നാക്ക് പിടിച്ചാൽ അതന്നെ. അല്ല, അതിന് നാക്ക് പിടിച്ചാൽ പോരെ? മതി. ഞാൻ പോലും പറയുന്നുണ്ടല്ലോ, പിന്നെന്താ നിഷ്പ്രയാസം പറയാൻ പറ്റും. എന്താണ് ഫിഷ് പുളിമിഞ്ചി? ഫിഷ് പുളിമിഞ്ചി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഇറക്കുന്നതിന് മുന്നേ ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് അതിനെ അടച്ചു വെക്കും. അപ്പോൾ ഇതാ നമ്മുടെ ദോശയും റെഡി ആയിട്ടുണ്ട്. ഇതെന്താ, ഇത് നമുക്കൊരു സെർവ് ചെയ്യാം അല്ലേ? നമുക്ക് ഇന്നത്തേക്ക് മാറ്റിയിട്ട് നമുക്ക് കാണാം. മാംഗ്ലൂരിയൻ ഫിഷ് കറി ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കടുക് വറുക്കുകയും കറിവേപ്പില ഇടുകയൊക്കെ ചെയ്യുന്നത്. ഇത് കറിവേപ്പിലയും അങ്ങനത്തെ ഒന്നുമല്ല. ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവസാനം കുക്ക് ചെയ്ത് തിളച്ചെല്ലാം റെഡിയായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക, തീ ഓഫ് ചെയ്യുക, അടച്ചു വയ്ക്കുക. അതോടുകൂടി കറീൻ്റെ ഫ്ലേവർ ഇങ്ങനെ മാറും. അതാണ് അവരുടെ കുക്കിംഗ് സ്റ്റൈലിൻ്റെ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇതാ കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ആദ്യം പറഞ്ഞു, ഇത് നമ്മൾ മല്ലി ഒരു ചോക്ക വറുത്തിട്ടൊന്നുമില്ല, തേങ്ങയും വറുത്തിട്ടില്ല, പച്ചയാണ് അരച്ചത്. അപ്പം നമ്മളിവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് പറഞ്ഞില്ല. അപ്പം നമ്മൾ മുളകിട്ട കറിയിലൊക്കെ ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ നനക്കും, മീൻ കറിയിൽ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മാംഗ്ലൂരിയൻ ഫിഷ് പുളിമിഞ്ചി, സംഭവം ഫിഷ് പുളിമിഞ്ചി അല്ലെങ്കിൽ മാംഗ്ലൂരിയൻ ഫിഷ് കറി, അതിൻ്റെ കൂടെ നീർദോശ ഇസ് റെഡി ടു സെർവ്. അപ്പോൾ ഇതാണ് ദ റൈറ്റ് കോമ്പിനേഷൻ, മീൻകറിയും നീർദോശയും. മാംഗ്ലൂരിയൻ ഫിഷ് പുളി മിഞ്ചി. കിട്ടി. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrutaveni KSFE, Bima Jewelers, Pankaja Kasturi Orthoherb and Kerala Bank. അപ്പോൾ മാംഗ്ലൂരിയൻ അല്ലേ, മംഗലാപുരവും നമ്മളും തമ്മിൽ ഭയങ്കര ബന്ധമായി. ഈ ആഹാര ഫുഡ് കൾച്ചറിൽ അവരും ഫിഷ് ലവേഴ്സാണ്. അത് മാത്രവുമല്ല, തേങ്ങ അരച്ചാണ് അവർ കൂടുതലും നമ്മളെപ്പോലെ തന്നെ കറികൾ വെക്കുന്നത്. ഈ കറിയുടെ പ്രത്യേകത എന്താണ്? പൊതുവെ കേരളത്തിലുള്ള മീൻകറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കറിവേപ്പിലയായിരിക്കും കൂടുതലായിട്ടുണ്ടാവും. കറിവേപ്പിലയും അങ്ങനത്തെ അഡിറ്റീവ്സ് എല്ലാം ഉണ്ടാവും. മാംഗ്ലൂരിയൻ ഫിഷ് കറി എന്ന് പറയുമ്പം അത് ത്രൂ ഔട്ട് ദി കൊങ്കൺ കോസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന തേങ്ങ അരച്ചിട്ടുള്ള കറിയായിരിക്കും. അതിൽ റെഡ് ചില്ലി കൂടുതലല്ലാതെ രീതിയിൽ, അതായത് റെഡ് ചില്ലി ഹോൾ ചില്ലി യൂസ് ചെയ്തിട്ടുള്ളതും അതിൻ്റെ കൂടെ കറിവേപ്പില ഇല്ലാതെ കോക്കനട്ട് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലേവറാണ്. അത് കേരളത്തിലെ ഫ്ലേവറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് തന്നെയുണ്ട്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മാംഗ്ലൂർ തൊട്ട് ഗോവ വരെയുള്ള ആ ഫുൾ റീജിയനിൽ കൊങ്കൺ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഫിഷ് കറീസിൻ്റെ ഒരു വെറൈറ്റിയാണ് മാംഗ്ലൂരിയൻ ഫിഷ് കറി. കാരണം ഇത് ഓരോ സ്ഥലം പോകും തോറും, ഇപ്പോൾ ഗോവയുടെ സൈഡിലൂടെ പോയി കഴിയുമ്പം അവിടെ കാഷ്യൂ വരെ അരച്ച് ചേർക്കുന്ന സാക്കുട്ടി പോലത്തെ ഡിഷസാണ് കൂടുതലായിട്ട് ഫേവറേറ്റ് ആവുന്നത്. അപ്പോൾ ഈ എൻഡിൽ നമുക്ക് മാംഗ്ലൂരിയൻ ആയതുകൊണ്ട് ഇത് മംഗലാപുരം. ലാസ്റ്റ് ടൈം ട്രൈ ചെയ്തത് മാംഗ്ലൂരിയൻ ഫിഷ് കറി ഞാൻ വീട്ടിൽ വെച്ച് ഫേവറേറ്റ് ആണോ? എന്താണ് ദിവ്യക്ക് ഈ കറിയോട് ഇത്രയും ഇഷ്ടം തോന്നാൻ കാരണം?
അല്ല ഇത് കാരണം കേരളത്തിലെ മീൻകറികളെ വെല്ലാൻ മീൻകറികളില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല നമ്മൾ വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ വ്യത്യാസം ഇതിനകത്ത് കണ്ടു. കാരണം നമ്മൾ മല്ലി പൊടിയല്ലേ വറുത്ത് അരക്കുക, തേങ്ങ വറുത്തരക്കും. ഇതിൽ പച്ചത്തേങ്ങ അരച്ചു, മുഴുവൻ മല്ലിയാണ് അത് വറുത്ത്. പിന്നെ പൊതുവെ അവരുടെ മല്ലി ഒരു പോയിന്റ് ഫ്രണ്ടിലോട്ട് നിൽക്കും. അതെ. പിന്നെ മുളക് നമ്മൾ പൊടി യൂസ് ചെയ്യും. പക്ഷെ ഇത് വറ്റൽ മുളക് വാട്ടിയിട്ട് അതും കൂടി അരച്ചിട്ടാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ മുളകും മല്ലിയും അനത്തിയിട്ടാണോ അരച്ചത്? ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഇവിടെയും മുളകും മല്ലി അനത്തിയാണ് പണ്ട് നമ്മൾ നല്ലോണം മൂപ്പിക്കൂലേ, മല്ലി നമ്മൾ നല്ലോണം വറക്കൂല. പക്ഷെ ഇത് അങ്ങനെ ചെയ്തിട്ടില്ല, അതാണ് വ്യത്യാസം. പക്ഷെ മാത്രമല്ല ഈ മംഗലാപുരത്തിന്റെ ടേസ്റ്റ് ഒരു പക്ഷേ കുറച്ചുകൂടി കാസർഗോഡ് അല്ലേ? കാസർഗോഡാണ് ദിവ്യയുടെ നാട്. കണ്ണൂര് പോണം, പയ്യന്നൂര് ആ ഏരിയ. പക്ഷെ ദിവ്യ ആദ്യമായിട്ട് കഴിച്ചത് പാവപ്പെട്ട നമ്മൾ ക്രിസ് കുക്ക് ചെയ്തതിനു ശേഷമാണ്. ക്രിസ് ടേസ്റ്റ് ചെയ്യാറില്ല. ഇല്ല, അല്ല ടേസ്റ്റ് അല്ല, കൂടുതലും ഞാൻ കുക്ക് ചെയ്യുന്നത് സ്മെല്ല് വെച്ചിട്ടാണ്. ടേസ്റ്റിനേക്കാളും കൂടുതൽ സ്മെൽ. ഇപ്പൊ എല്ലാ കുക്കിംഗ് നോക്കിയാലും ടേസ്റ്റ് ചെയ്യാൻ ഞാൻ കുഞ്ഞുങ്ങളുടെ കൊടുക്കുക. അപ്പോൾ ദിവ്യ ടേസ്റ്റ് ചെയ്യും, ഞാൻ സ്മെല്ല് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുക. കാരണം ഉപ്പ് കറക്റ്റായാൽ മാത്രമേ ബാക്കിയുള്ള സ്മെല്ല് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതാണ് കുക്കിങ്ങിൻ്റെ രീതി. അപ്പോൾ ഉപ്പ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യാതെ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിക്കും. ഇത് ഞാൻ നോൺ വെജ് കഴിക്കില്ല. നമ്മളൊരു ഗാർണിഷിങ്ങിലേക്ക് വരും. നമ്മളിപ്പം ഈ ഡിഷിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ മീൻകറിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാണ്? കരിവേപ്പിലയാണ്. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ പോലും നമ്മൾ മാംഗ്ലൂരിയൻ കറിയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആ കറിയുടെ ലാംഗ്വേജിനെ അത് ഡിസ്റ്റർബ് ചെയ്യാണ്. ഒറ്റയ്ക്ക് അവർ രണ്ടൊരു യാത്ര ചെയ്ത് ഇവർ എന്ത് ചെയ്യാൻ പോവാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ കറിവേപ്പില പാടത്ത് പോയിട്ട് അവർ കറിവേപ്പില പോണവളെ അല്ലേ? ശരിയല്ലേ? ശരിയാ. ഭംഗിക്ക് അല്ലേ? അല്ല, അതിലിപ്പോ കറിയിലിപ്പോ ചെറിയ ഉള്ളിയും ഇല്ല, വെണ്ടക്കയും ഇല്ല, ക്യാരറ്റും ഇല്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തവരാണ് ബോട്ടിൽ. അതിൻ്റെ അല്ല, നമ്മൾ എടുത്ത് പറയുകയാണ് ഒരു കറിയെ. വീണ്ടും ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു ദേശത്തിനെ നമ്മൾ ഒരുപാട് റെസ്പെക്ട് ചെയ്തിട്ട് വേറൊരു ദേശത്തിനെ പറ്റി നമ്മൾ എടുത്തു പറയുമ്പോൾ നമ്മൾ പറയുകയാണ് നമ്മളത് ഉപയോഗിക്കില്ല. എന്നിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് വരാൻ നേരത്ത് നമ്മൾ മുണ്ടിൻ്റെ കൂടെ ടൈ ഇട്ടുകൊണ്ട് വരുന്ന കണക്കിരിക്കും. ശരിയല്ലേ? നീർദോശയുടെ സ്റ്റോറി ഒന്ന് കേൾക്കാം ആഗ്രഹം. അതിനകത്ത് പച്ചരി, എനിക്ക് കിട്ടിയ പച്ചരി നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്ന പച്ചരി അല്ല, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. എന്തായാലും പച്ചരി യൂസ് ചെയ്യും, തേങ്ങ, ചോറ്, സവാള, ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പം പച്ചരിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. സ്റ്റിക്കിനെസ്സിലെ വ്യത്യാസം. ഫിഷിൻ്റെ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ വലിയ പ്രയോറിറ്റി ഇല്ല. ബട്ട് ദെൻ അഗൈൻ മംഗലാപുരത്തിൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അവിടെ 2-3 തരത്തിൽ ഞാൻ നീർദോശയിൽ ഏറ്റവും എനിക്ക് അതിശയമായിട്ട് തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞാൽ, ഒരു തുണി ഈ നീർദോശ മാവിൽ മുക്കിയിട്ട് ഒരു പോട്ടിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ചുമ്മാ എഴുതും. എന്നിട്ട് അതിങ്ങനെ അങ്ങനെ തന്നെ ഉരിച്ചെടുക്കും. അത് വളരെ തിന്ന് പറഞ്ഞാൽ പേപ്പർ തിന്നായിട്ട്. അപ്പോൾ അത് നീർദോശ അവരുടെ വെറൈറ്റിയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡിഷിന് ടേസ്റ്റ് ഉണ്ട്, അത് അപ്രിഷ്യേറ്റ് ഉണ്ട് കാര്യമാണ്. പക്ഷേ നിങ്ങൾ മാംഗ്ലൂരിയൻ ഫിഷ് കറിയോടുകൂടി ഇതിനെ പ്രസൻറ്റ് ചെയ്യുമ്പം അതിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പോയിന്റ് താഴെ നിൽക്കുകയാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ മല്ലി യൂസ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു പോയിന്റ് മല്ലി മുമ്പോട്ട് വരണം. അതൊരു പോയിന്റ് ബാക്കിലോട്ട് നിൽക്കുകയാണ്. ഇതിപ്പം നമ്മളെ മീൻകറിയായിട്ട് ഇടിക്കുന്നുണ്ട് അല്ലേ? ഇടിക്കുന്നുണ്ട്. മാംഗ്ലൂരിയൻ കറിക്ക് ഒരു നോട്ടുണ്ട്, ആ നോട്ട് മാത്രമേ അതിനകത്ത് മിസ്സായിരിക്കും. ബാക്കി കറി ഈസ് നൈസ്, ഇറ്റ് ഈസ് ഡെലീഷ്യസ്. നീർദോശ നന്നായിട്ടുണ്ട്,
പക്ഷേ മാംഗ്ലൂരിയൻ ഫിഷ് കറിയോടുകൂടി ഒരു പോയിന്റ് കൂടെ മേളിലോട്ട് നിന്നിരുന്നെങ്കിൽ അത് മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു.